മലപ്പുറം ജില്ലയുടെ വിഭജനം ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വി.ആർ. വിനോദ്. ജില്ലയുടെ വലിയ വിസ്തൃതിയും ജനസംഖ്യാധിക്യവും പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും ഭാവിയിൽ വിഭജനം പരിഗണിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥലം മാറിപ്പോകുന്നതിന്റെ ഭാഗമായി മലപ്പുറം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണപരമായ സൗകര്യങ്ങൾക്കായി മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യത്തിന് പിന്തുണയുമായാണ് ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് രംഗത്തെത്തിയിരിക്കുന്നത്. ജില്ലയുടെ ഒരറ്റത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കാൻ തന്നെ 4.5 മണിക്കൂറോളം സമയമെടുക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജില്ലയുടെ വലിയ വിസ്തൃതിയും വർദ്ധിച്ച ജനസംഖ്യയും പലപ്പോഴും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് സമയങ്ങളിലും മറ്റും മനുഷ്യശേഷിയുടെ കുറവ് പ്രകടമാകാറുണ്ട്. ജില്ലയുടെ വലിപ്പം കുറവാണെങ്കിൽ കുറച്ചുകൂടി ഫലപ്രദമായും വേഗത്തിലും കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. എനിക്ക് തോന്നുന്നു നമ്മുടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 16 നിയമസഭാ മണ്ഡലം ആണുള്ളത്. ചില ജില്ലകളിൽ 3, വയനാട് 3, കാസർഗോഡ് 5. പിന്നെ ജില്ലയിലേക്ക് ഒരു ഭാഗത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ തന്നെ 4.5 മണിക്കൂർ നമുക്കറിയാമല്ലോ. പൊന്നാനിക്ക് വഴിക്കടവ് എത്തണമെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു വിസ്തൃതമായ ജില്ലയാണ്. അപ്പൊ അത് കുറച്ചുകൂടി ഏരിയ കുറവായിരുന്നെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാനും ഒക്കെ സാധിക്കുമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റു ജില്ലകൾ വലുതാണ്. തിരുവനന്തപുരം, എറണാകുളം, പാലക്കാടൊക്കെ തന്നെ വലിയ ജില്ലകളുണ്ട്. പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും പോപ്പുലേഷൻ മറ്റു ജില്ലകളെക്കാളും കൺസിഡറബിളി കൂടുതലാണ്. അപ്പൊ അത് ഏതെങ്കിലും കാലത്ത് പരിഗണിക്കപ്പെടേണ്ടി വരും. തീർച്ചയായിട്ടും നമുക്ക് ഇലക്ഷനൊക്കെ നടത്തുമ്പോൾ ഒരു വലിയൊരു പ്രശ്നമാണ്. 16 മണ്ഡലങ്ങളിലേക്ക് മാൻ പവർ ഇതൊക്കെ പ്ലാൻ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് സാധാരണ ബുദ്ധിമുട്ടായിട്ട് കാണാറുണ്ട്. ഇലക്ഷനൊക്കെ പ്രത്യേകിച്ച് മാൻ പവർ എന്ന് പറയുന്നത് വളരെ ഏകദേശം ജില്ലകൾക്കൊക്കെ ഈ ഡെപ്യൂട്ടി കളക്ടർ മറ്റുള്ളവരുടെ എണ്ണമെല്ലാം ഈക്വലാണ്. അപ്പൊ നമ്മുടെ ഒരുപക്ഷെ കോഴിക്കോടിനുള്ള മാൻ പവർ മലപ്പുറത്തിനുണ്ടാവണമെന്നില്ല. കോഴിക്കോട് റീജിയണൽ ഓഫീസുകളുണ്ടാവും പല. കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരത്തൊക്കെ സെൻട്രൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റുകളും ചില റീജിയണൽ ഓഫീസുണ്ടാവും. മലപ്പുറത്ത് ഇതും കൂടി ഇല്ലാത്തതുകൊണ്ട് മാൻ പവറിന്റെ ഒരു ബുദ്ധിമുട്ട്, ഡ്യൂട്ടിക്ക് ഇടുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇലക്ഷനൊക്കെ ഫേസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പ്രശ്നമില്ലാത്ത രീതിയിൽ എല്ലാം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാറ്. മലപ്പുറത്തെ സാമുദായിക സൗഹാർദ്ദത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞു. ലോകത്തിന് തന്നെ മാതൃകയായ ഒന്നാണ് മലപ്പുറത്തെ മതസൗഹാർദ്ദമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറായി നിയമിതനായതിനെ തുടർന്നാണ് അദ്ദേഹം ചുമതലയൊഴിഞ്ഞത്. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. വീട്ടിലേക്കൊരു പുതിയ ഫ്രിഡ്ജ് വേണം, പക്ഷേ ഒറ്റയടിക്ക് ഇത്രയും പണം? വിഷമിക്കേണ്ട, വെയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട്. എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം. നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രൊഡക്റ്റും വെയ്മെന്റിൽ നിന്ന് സ്വന്തമാക്കാം. ചെറിയ നിക്ഷേപം, വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് വെയ്മെന്റുമായി കോൺടാക്ട് ചെയ്യൂ. Waymand, making it easy. Valanjeri. Phone 9526 001 003.